ഈ താക്കോലുണ്ടോ? ഈ താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കിടക്കുന്ന ഐഷർ വണ്ടിയുടെ കേട്ടോ. ഐഷർ വണ്ടി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഡിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ മേളിലാണ് നമ്മളൊരു എയർ കട്ടർ സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ട് സൈഡിലാണ് മിററിൻ്റെ കവറ്, സൺഷെയ്ഡ് ഉണ്ട്, അതുപോലെ തന്നെ കോർണർ മിറർ വരുന്നുണ്ട്, താഴെ ഒരു ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എല്ലാവിധ വർക്കുകളും സെറ്റപ്പായിട്ട് തീർത്ത് ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബിജൂസ് സൽക്കാര എന്ന് പറയുന്ന ഇവൻ്റ് ആൻഡ് കാറ്ററേഴ്സ്, കാരണം വെച്ചാൽ ഇത് കറുകുറ്റി അങ്കമാലിയിലാണ് ഇവരുടെ ഓഫീസും കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ ഇത് ഓൾ ഇന്ത്യ ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നല്ല രീതിയിലുള്ള സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജൂസ് എന്ന് പറയുന്ന ചേട്ടൻ ഇതാണ് ബിജു ചേട്ടൻ. അപ്പോൾ ബിജു ചേട്ടൻ ഇവിടെ വന്നു, അതേപോലെ തന്നെ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ നമ്മൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ബിജു ചേട്ടാ, എന്താ നമ്മുടെ സ്ഥാപനത്തെ പറ്റി? നമ്മളെ ശരിക്കും ഓഫീസ് എവിടെ വരണേ? നമ്മൾ കറുവൂരിലാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാം ഞാൻ പ്രതീക്ഷിച്ചേക്കായും ഗംഭീരമായിട്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ താങ്ക്സ്. സന്തോഷം. ഞാൻ ഇത്രയും പ്രതീക്ഷയിലായിരുന്നു. വളരെ ഭംഗിയായിട്ടുണ്ട്. കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷമായി. നമ്മള് വണ്ടി കൊണ്ടുവന്നിട്ട ഒരു സ്റ്റൈലല്ല, ശരിക്കും പറഞ്ഞൊരു ടൂറിസ്റ്റ് വണ്ടിയുടെ ഒരു രീതിയിലേക്ക് മാറ്റി നല്ലൊരു ഇതായിരുന്നു, അനുഭവമായിരുന്നു. ഇനി എന്ത് വർക്ക് ഉണ്ടെങ്കിലും എന്തായാലും ഇക്കാലത്തേക്ക് തന്നെ വരുള്ളൂ, സയൻസിലേക്ക് വരുള്ളൂ അല്ലേ? ഇവിടേക്ക് വരുള്ളൂ, വേറെ എങ്ങും പോകില്ല. ആരെയും നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാവരോടും നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നെ. പിന്നെ ടൈമാണെങ്കിലും വലിയ അപ്പോൾ പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഓഫീസ് ശരിക്കും അങ്കമാലിയിലാണ്, കറുകുറ്റിയിലാണല്ലേ? നമ്മളെല്ലാ ഭാഗത്തും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമ്മളെല്ലാം ഫുഡും ഈവൻസ് എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? എത്ര വർഷമായിട്ടുണ്ട് ഇപ്പോൾ? ഞാനിപ്പോൾ 28 വർഷമായി. 28 വർഷമായി. എൻ്റെ അമ്മ 28 വർഷമായിട്ട് ഇപ്പൊ എന്താ പറയുക, ഇവന്റ് മാനേജർ എടുത്ത ആളാട്ടോ. അപ്പൊ എന്തായാലും ഒന്നും പറയാനില്ല. എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ. വിജയടാ, നമ്മുടെ പേര് ശ്രീരാജ്. എവിടെ താമസിക്കുന്നത്? കറുകുറ്റി തന്നെയാണോ? ഇപ്പൊ നമ്മുടെ ബീച്ചറിന്റെ കൂടെ കൂടിയിട്ട് എത്ര നാളായിട്ട്? 9 വർഷമായി. തകർപ്പാണ്, സെറ്റപ്പാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടൻ്റെ പേര് ശ്രീരാജ്. അപ്പൊ ശ്രീരാഗിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതേപോലെ തന്നെ ചേട്ടൻ്റെ പേര് സിജു. സിജേട്ടൻ ബീച്ചറിന്റെ കൂടെ ബിജു 1.5 വർഷമായി അല്ലേ? എവിടെ സിജേട്ടൻ്റെ സ്ഥലം? ചേരനെല്ലൂരാണല്ലേ? ഇവരുടെയൊക്കെ എന്താ പറയുക, കൂട്ടായ്മ ഉണ്ട്, പ്രസ്ഥാനം മുന്നോട്ട് പോകണം. കാരണം വെച്ചാൽ ബീച്ചേട്ടൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനം നടത്തുന്ന പോലെയാണ്. കാരണം കൂടെയുള്ള അനുയായികൾ എല്ലാം നല്ല ഉഷാറുള്ളത്. ഇന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നും ഒന്നും പറയണ്ട, പുലിയാണ്. കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ പുള്ളിക്കാരനാണ് ശരിക്കും ഇവിടെ ഭ്രാന്തായിട്ട്. എനിക്ക് ബീച്ചർ അത്രയും ഭ്രാന്തില്ലാന്ന് നിങ്ങൾ വണ്ടിയിലോട്. കാരണം വെച്ചാൽ ഈ പുള്ളിയുടെ കെയർ ഓഫിലാണ് ശരിക്കും ഇവിടെ വരണമെന്നുള്ള എനിക്ക് തോന്നണേ. ആൽബിൻ ചേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പരിചയപ്പെടുത്ത ആൽബിൻ ചേട്ടനാണോ? ആൽബിൻ ചേട്ടൻ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത്, മെയിനായിട്ട് ഇവരൊന്നും കാണണല്ലേ? ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം ആൽബിൻ ചേട്ടനോട് ഇടയ്ക്ക് വരും. കാരണം അത്രയ്ക്ക് ആത്മാർത്ഥയാണ് ബീച്ചറിനോട്. കാരണം ഓരോ കാര്യങ്ങളാണ് ഇതിൻ്റെ ആണെങ്കിലും പല രീതിയിലാണ് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. കാരണം ഓരോ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പറഞ്ഞുതരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പുള്ളി ആ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞങ്ങനെ പോട്ടെ, പുള്ളിനെ വന്നിട്ട് ഓടിപ്പോകും. കാരണം തിരക്കാണ് അവർക്ക്. ഇപ്പോൾ ഭയങ്കര സീസണാണ്. പക്ഷെ എന്നാലും നമുക്ക് വളരെ നേരത്തെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷം അർജുൻ. അപ്പോൾ കാണണം, നമുക്ക് താക്കോൽ കൊടുക്കാം അല്ലേ? ഓക്കെ ചേട്ടാ, സന്തോഷത്തോടുകൂടിയും വളരെ പ്രാർത്ഥനയോടെയും കൊടുക്കുകയാണ്. കാരണം ഈ ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടും കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. കാണണോട്ടാ. ഓക്കെ. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു സൽക്കാരൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇവരുടെ ഡീറ്റെയിൽ, മൊബൈൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. മാക്സിമം നിങ്ങളെ കഴിയുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, ബൈ.